ഞാനിപ്പോൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. അത് സൂപ്പർ എക്സൈറ്റഡ്. ഓൾസോ ഞാൻ ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. കാരണം ദിസ് ഇസ് ഫസ്റ്റ് ടൈം. ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ പോകാൻ നിൽക്കുന്നത്. ബാംഗ്ലൂരിൽ ഒരു ഫ്രണ്ടുണ്ട്, അപ്പോൾ അതൊക്കെ കാണാൻ എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ബാംഗ്ലൂരിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഒന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പം, നല്ല തലവേദനയുണ്ട്. രാവിലെ എണീറ്റത് നേരത്തെ എണീറ്റൊന്നും നല്ല തലവേദനയുണ്ട്. അതും ബ്ലാക്ക് റൂം പോയിട്ട് നമുക്ക് ബസ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്നാണ് വാങ്ങിയത്. കുറച്ച് കഴിച്ചിട്ട് നേരെ ആയിക്കോട്ടെ പോവുക. നേരെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. ചെക്ക് ഇൻ ബോർഡിങ് കഴിഞ്ഞു. ഇനി നേരെ ഫ്ലൈറ്റിലോട്ട്. ആൻഡ് ഇവിടെ എഴുതോ കിടക്കുന്നു നമ്മുടെ ഇൻഡിഗോ. ഇനി നമുക്ക് നേരെ ചലിക്കാം. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. വിൻഡോ സീറ്റ് അതുപോലെ അറിഞ്ഞിരുന്നു. പക്ഷേ വിൻഡോ സീറ്റ് ഫസ്റ്റ് ടൈം തന്നെ വന്ന് കയറിയിട്ട് വിൻഡോ സീറ്റ് തന്നെ കിട്ടി ആദ്യമായിട്ട്. I'm so happy bro. I'll show you. I'll show the view. Thank you. നേരെ അവരുടെ ഫ്രണ്ടിൻ്റെ ഓഫീസിലേക്ക് പോവാം. അതിപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ ആരെയും പിടിച്ചിറക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണമെന്നുണ്ട്. അതിപ്പോൾ കുറച്ച് വെളിച്ചം കിട്ടി. വാവും. അപ്പം പുറത്ത് പോയിട്ട് ഒരു ഊബർ വിളിക്കുക, നേരെ പോവാം. ശരി എന്നാൽ അങ്ങനെ എക്സിറ്റ് ചെയ്ത് പുറത്തെത്തി. ഇപ്പോൾ സബ്വേയുടെ അടുത്തുനിന്ന് പുറത്തോട്ട് പോകണം. ഇവിടെ ഊബർ വെയിറ്റിയാണ്. നല്ല അടിപൊളി സ്ഥലം. നേച്ചറിന്റെ ചെറിയൊരു ആംബിയൻസ്. മറ്റേ മലേഷ്യയിലെ സിംഗപ്പൂരിലുള്ള അതുപോലത്തെ എന്തോ ഒരു ആംബിയൻസ് ആണ് ഇവിടെ. അടിപൊളിയാട്ടാ. ലെറ്റ്സ് ഗോ. പിന്നെ ഇവിടുത്തെ സബ്വേ നോക്കിക്കോണേ. വിഷയം ഇതെന്താ സബ്വേയുടെ ആംബിയൻസ് ഒക്കെ. ഐ മീൻ ചെയ്തിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഇനി വണ്ടി ഓടിക്കാൻ പോണം. വണ്ടി ഓടിച്ചിട്ട് പോട്ടാ. അങ്ങോട്ട് കുറെ ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ ക്രിസ്പി ക്രീം എന്ന് പറഞ്ഞിട്ടൊരു കട ഇവിടെ ഉണ്ട്. സൂപ്പർ ഡ്രൈ ഔട്ട്ലെറ്റ് ഉണ്ട്. എല്ലാം ദിസ് പ്ലേസ് പറ. ആക്ച്വലി ഇവിടെ പ്രത്യേകം ഒരു സ്പോട്ടുണ്ട് ഊബറിന് വേണ്ടിയിട്ട്. ഞാൻ കാണിച്ചു തരാം. അവിടെ പോയിട്ട് നമ്മൾ പിന്നെ കാണിക്കണം. പിന്നെ കാണിച്ചതിന് ശേഷം നമുക്ക് അവിടുന്ന് മറ്റേ ഈ ടാക്സി ഒക്കെ അലോട്ട് ചെയ്ത് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് പോയിട്ട് കാണാം. ബൈ ബൈ. ഊബറിൻ്റെ സ്പോട്ടെത്തി. ഒരുപാടുണ്ട്. എൻ്റെ തങ്ങ് ലാസ്റ്റ് എന്ന് പറഞ്ഞത് അവിടെ പോകും. കയറിയിട്ട് കാണാം. ഊബർ കിട്ടി. ഇനി നേരെ സോറക് മീഡിയ കമ്പനിയിലേക്കാണ്. അവിടെയാണ് നമ്മുടെ പയ്യൻ വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ പയ്യൻ AK മൈ ഫ്രണ്ട് അഭിരാം. സോ ഈ ഞാൻ ഈ മെൻഷൻ ചെയ്തിട്ടുള്ള ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ വീഡിയോയിൽ വന്നിട്ടുണ്ട്. മറ്റേ റോൾസ് റോയ്സ് ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ഉണ്ട്, അതിൽ വന്നിട്ടുണ്ട്. അബ്രഹാം ഹീസ് ദെയർ. ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയിട്ട് ഫുഡിൻ്റെ വരും പരിപാടിയൊക്കെ നോക്കണം. അതിന് ശേഷം രാത്രി കുറച്ച് പരിപാടികളുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച്. അപ്പോൾ അതിനുവേണ്ടി ട്യൂൺ ഇൻ ചെയ്യുക. സോ ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്. നല്ല തലവേദന. അതുകൊണ്ട് ഇത്ര നേരം അടച്ചു പിടിച്ച് സംസാരിക്കണം. കഴിച്ചിട്ട് കാണിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ശരി എന്നാൽ. ആൻഡ് ഊബർ ഡ്രൈവർ ചേട്ടൻ നൈസ് കേട്ടോ. പിന്നെ 1.5 മണിക്കൂർ അങ്ങോട്ട് ഉണ്ട്. 45 മിനിറ്റേ ഉള്ളൂ, അല്ല 45 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ 1.5 മണിക്കൂർ എടുക്കും അവിടെ വരെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് വള്ളിയാണ്. കിടന്നുറങ്ങട്ടെ. കാണാം. ബൈ.
Okay. Oh, Kempegowda statue, sir. What is it? Kempegowda. Kempegowda. Nala Prabhu Kempegowda. King ആ? No, sir, he's a... മര്യാദയ്ക്ക് സ്കൂളിൽ പോകാൻ പറഞ്ഞ കേൾക്കില്ല. കൊള്ളാം കേട്ടോ. നൈസ് വൺ. കാണുമ്പോൾ ചെറുതാണെങ്കിലും വീഡിയോയിൽ നല്ല ഭയങ്കര വലിയ സൈസ് കേട്ടോ. അത് പാട്ടിടാൻ വേണ്ടി നിർത്തിയതാണ്. ആൻഡ് വിൽ ബി സ്റ്റാർട്ടിങ് അവർ ജേർണി സൂൺ. ഒരു ഫ്ലൈറ്റ് ഗൗഡ എന്നൂടെ. ബ്ലോഗറൊന്നുമല്ല ബ്രോ. എന്തിനാണ് നീ എങ്ങനെയാ അവിടെ ഊബറാ ജോബും വേറെ രണ്ടുപേര് ഷൂട്ടിന് പോയി നമ്മളവിടെ പോകുന്നു. നമ്മള് ഫ്രണ്ട് അപ്ലൈ ചെയ്തു ഞാൻ സ്ഥിതി സെറ്റ് ചെയ്തോണ്ടിരിക്കുക. അവിടെ മറ്റേ ഡിസ്പ്ലേയിലിട്ടുണ്ട്. സോ അങ്ങനെ രാവിലെ കഴിഞ്ഞപ്പോൾ വൈകിട്ടായി. ഇപ്പോഴാണ് ക്യാമറ ഓൺ ചെയ്തത്. നമ്മുടെ പയ്യണ്ടാ എന്നെ ശരിക്കും കാണിച്ചിട്ട്. സോ നമ്മൾ വേറെ നമ്മളെ എങ്ങോട്ടാ പോണേ? ഒരു സർപ്രൈസ് കേട്ടാ. ചെറുതായിട്ട് പണ്ടത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മള് ഓൾറെഡി ലേറ്റ് ആണ്. മറ്റേ എസ്തെറ്റിക്കിന്റെ യൂട്യൂബ് വരും, മറ്റേ സീനൊക്കെ കേട്ടോ വിളിച്ചോണ്ട് വരും. നമ്മള് സൺബേണിലേക്കാണ് പോകുന്നത്. ഒരു മിനിറ്റ് സൺബേണിൽ പോയിട്ട് അവിടെ ചുമ്മാ പോകുന്നു. നമ്മുടെ ഒരു പ്ലെയർ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. പ്ലേ ചെയ്തിട്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ കറക്റ്റ് ടൈമിൽ വന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് വെറുതെ അലഞ്ചിലിഞ്ഞ് ഇറങ്ങണോ ഈ പട്ടി എവിടെയെങ്കിലും കൊണ്ടുപോകും. അല്ല, അതാ പ്രതീക്ഷ ഉള്ളത്. പക്ഷേ സൺബേൺ ഫെസ്റ്റിവൽ ഹിയർ വി കം. അവിടെ കിടങ്ങാൻ വീഡിയോ എന്റെ ഫോണിലുണ്ട്. അപ്പം കറക്റ്റ് 8 മണിക്ക് എത്തും. ഇങ്ങോട്ട് പറ്റിയ തുറന്നില്ലേ? താഴേട്ട് പോടാ. ഇറങ്ങാം. എങ്ങനെയാ നോക്കാം. സൺബേൺ ഫസ്റ്റ് അയ്യോ ഇത് ഫ്ലാറ്റ് ഇതുപോലെ മാള് പോലെ ഫ്രണ്ടിലോട്ട് പോകാം. നമ്മള് ശരിക്കും പറഞ്ഞ് കയറുന്നത് നമ്മള് വേറൊരു പ്ലെയറിന് വേണ്ടി കയറുക. അപ്പൊ അതിന്റെ കോർഡിനേറ്റ് ചെയ്ത് നമ്മള് ഇവനെ പിന്നെ അങ്ങനെ കയറ്റുന്ന കേട്ടോ. ഈ സംഭവം ഫ്രീ അല്ല. അതെ, നമ്മൾ അവർക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഫ്രീ ആണ്. സോ വി ആർ ഡൂയിങ്. കയറ്റിയാൽ മതിയായിരുന്നു. കയറ്റുമായിരിക്കും, ഇല്ലെങ്കിൽ കാറിൽ പോയിരിക്കാം. ദൈവമേ, നോക്ക് നമ്മൾ വന്ന വഴിക്ക് പ്രതീക്ഷയില്ല. ലംബോർഗിനി സർ ഭാഗ്യമുണ്ടെങ്കിൽ നാളെ കാണാം. ഈ സെക്സി ഗ്രൂപ്പ് അതൊരു So we got the sunburn fan pit. അപ്പൊ അത് കിട്ടി. നമുക്ക് എൻട്രി ചെയ്യാം. യോ, ഇത് പേര് മറന്നുടാ. നിന്റെ എക്സ്പ്രഷൻ കിട്ടണം. Okay. I just want your expression. നീ ഫസ്റ്റ് ടൈം അല്ലേ? Let's go. Oh shit. Bro. Thank you so much, man.
അതുകൊണ്ട് ഞാൻ ഒരു ദിവസം കാണിക്കും അവനെ. ഞാൻ നിന്നെ വൈറലാക്കണം. മുഖം പൊത്തിയതുണ്ടാ. നിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ട് ഞാൻ ഒരിക്കലും എക്സിബിഷൻ ഇടും കേട്ടോ. ഉറപ്പായിട്ട് ഇടും. അപ്പൊ നമ്മള് ക്യാമറ സെറ്റ് ചെയ്യാൻ പോവാ. ലെൻസ് എന്ന് പറയുന്നത് 24 ലെൻസ്. ഓക്കെ, കുഞ്ഞ് 30 ഉണ്ട്. ഇവന്റെ കുഞ്ഞ് കേട്ടോ, ആ കുഞ്ഞ് 30 വേണം നമുക്ക്. 24 ലെൻസ്. എന്നിട്ട് M4 ആണ് യൂസ് ചെയ്യുന്നത്. S3 പതുക്കെ വരത്തുള്ളൂ പറയാം. ഫെയർ ഷൂട്ട് അല്ല, ബാക്കി എല്ലാം ഫുൾ സെറ്റാ. ഓക്കെ, നമ്മൾ പോയി വീഡിയോ എടുക്കാം. നമ്മളിപ്പോൾ അവർക്ക് വേണ്ടി വീഡിയോ എടുക്കാം. പയ്യൻ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. Listen to the sound of my voice just as if it were not. Because your brain will take care of that automatically. You don't have to try to understand.